ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് തലയുണ്ടാവുന്ന നമ്മുടെ താരൻ അതേപോലെ തന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറാനായിട്ടുള്ള ഒരു ഹോം റെമഡി പറഞ്ഞുതരാം. അപ്പൊ തലയിൽ താരുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഇഞ്ചി, അതേപോലെ തന്നെ ഈ ഒരു ചെറുനാരങ്ങ എന്ന് പറയുന്നത്. ഇതിൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അതേപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വരുന്നൊരു സംഭവങ്ങളാണ് നമ്മുടെ ഇഞ്ചി അതേപോലെ തന്നെ ഈ ഒരു ചെറുനാരങ്ങ എന്ന് പറയുന്നത്. ഈ ഒരു താരന്റെ പ്രശ്നത്തിന് നമ്മൾ വളരെ കാലം മുതലേ വൈഡായിട്ട് ഉപയോഗിച്ച് വരുന്ന സംഭവമാണ് ഈ ഒരു ചെറുനാരങ്ങ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഇറിറ്റേഷനും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയാനായിട്ട് വളരെ നല്ല കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുമ്പോഴേക്കും കുറെ പേർക്ക് പേടിയാണ്, മുടി നരയ്ക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് ഡെയിലി അപ്ലൈ ചെയ്യുന്നില്ല, ഇത് നമ്മൾ ഡയലൂട്ട് ആക്കിയിട്ട് എന്തിൻ്റെയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു ചെറുനാരങ്ങേൻ്റെ ഒരു 2-3 ഡ്രോപ്പ് എടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി നമ്മൾ ചതച്ച് അതിൻ്റെ നീര് ഒരു 1/2 ടീസ്പൂൺ എടുക്കുക. അതിനുശേഷം നല്ല കട്ടിയുള്ള തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മളിത് മിക്സ് ആക്കേണ്ടത്. നമ്മുടെ സ്കാൽപ്പിൽ വേണ്ടത്രയും ആ ഒരു കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു 2 എണ്ണത്തിൻ്റെയും ജ്യൂസ് ചേർന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മുടെ സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നമ്മുടെ നോർമൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മളെ താളിയൊക്കെ ഉണ്ടെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ചെമ്പരത്തി ഒന്നും കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ നമുക്ക് താളി പൗഡറൊക്കെ ആയുർവേദ ഷോപ്പിൽ മേടിക്കാൻ കിട്ടില്ലേ, അത് ഉപയോഗിച്ചിട്ടും നമുക്കിങ്ങനെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഭയങ്കര അലമ്പാണല്ലോ, അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് നേരമായിട്ട് നല്ലോണം അതിൻ്റെ സത്തിറങ്ങണം. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ടീ ട്രീ ഓയിൽ ഇല്ലേ, ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് അതും നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതേപോലെ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമായിക്കോളന്നില്ല. ചിലർക്കും ഏതെങ്കിലും ഒരു ഷാമ്പു മേടിച്ചിട്ട് ഉപയോഗിച്ചാൽ പോരെ, അപ്പൊ പെട്ടെന്ന് പോകുമല്ലോ എന്നൊക്കെയുള്ളത്. അപ്പൊ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ആണെങ്കിലും ഈ താരന്റെ ഷാമ്പൂലൊക്കെ ഒരുപാട് കെമിക്കൽസ് വരും. ഇപ്പൊ പാരബൻസ് അതേപോലെ തന്നെ സൾഫേറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന താരം പോകാനായിട്ടുള്ള ഒരു ഷാമ്പു കണ്ടീഷണർ കാണിച്ചു തരാം. അതാണ് ഈ ഒരു മാമഅർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, അതേപോലെ തന്നെ ഈ ഒരു ലെമൺ ആന്റി ഡാൻഡ്രഫ് കണ്ടീഷണർ. അപ്പൊ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ ഒരു സെയിം ഇഞ്ചിയും അതേപോലെ തന്നെ ഇപ്പൊ കാണിച്ചില്ലേ ഈ ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത്രയും എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നോക്കാം. അതല്ല ഇതേപോലെ എളുപ്പപ്പണിയൊക്കെ വേണമെന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായിട്ട് പോകും. നമ്മൾ എന്തായാലും ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് അപ്പോൾ പ്ലസ് ഈ ഒരു താരനും കൂടെ റിമൂവ് ആവും. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ലെമണും അതേപോലെ തന്നെ ജിഞ്ചറും തന്നെയാണ്. ഇപ്പൊ ലെമൺ നമുക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി എന്ന് പറയണത് നമുക്ക് എന്താ പറയുക, സ്കാൽപ്പിലെ ഈ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, ചൊറിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. അപ് ടു 100% ഡാൻഡ്രഫ് ഫ്രീ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോർ ഇച്ചി ആൻഡ് ഫ്ലേക്കി സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. മെയ്ഡ് സേഫ് ആണ്, അതേപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ആണ്. പിന്നെ എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷാമ്പു എന്ന് പറയുന്നത്. നമ്മൾ നോർമലി എങ്ങനെ ഷാമ്പു യൂസ് ചെയ്തു കുറച്ച് നേരം, അതായത് മുടി നനച്ചതിന് ശേഷം നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയുക. അതേപോലെ തന്നെ കേട്ടോ, ആ ഒരു ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കണ്ടീഷണർ കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഷാമ്പു കണ്ടീഷണർ എങ്ങനെ ഉപയോഗിക്കുക അതേപോലെ തന്നെ. അപ്പം ഇതിലെ ഇൻഗ്രീഡിയൻസ് സെയിം, വേറെ ഒന്നുമില്ല കേട്ടോ. ഷാമ്പു ആണ്, കണ്ടീഷണർ എന്നുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് അല്ലാണ്ട് നമുക്കിതിൽ സാലിസിലിക് ആസിഡും കൂടെ വരുന്നുണ്ട്. അതൊരു ആന്റി ഫംഗൽ ഏജന്റ് ആണ്. ഇതേപോലെ ഈ ഒരു താരന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിത് മാമഅർത്തിന്റെ സൈറ്റിലും അതേപോലെ തന്നെ ആമസോണിലും നൈക്കയിലും പേർപ്പിളും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ മാമഅർത്തിന്റെ സൈറ്റിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം. ഈ ഒരു ശ്രീ 2025 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാമഅർത്തിന്റെ പ്രൊഡക്റ്റ് ഓൺലൈനായിട്ടല്ല നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ എപ്പോഴും എന്തായാലും ഞാൻ പറയാറുണ്ട്, നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് പറയാം. കാരണം ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ മാമഅർത്ത് വാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ ഓരോ പ്രൊഡക്റ്റുകളും നമ്മളുടെ ആവശ്യങ്ങൾ നോക്കിയിട്ട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ ഒനിയൻ ഷാമ്പു ഉണ്ട് മാമഅർത്തിന്റെ, അതിലൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം ഈ ഒരു ഷാമ്പു കണ്ടീഷണർ പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ
ഇത് യൂസ് ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ താരന് വേണ്ടിയിട്ടുള്ള മിക്കവാറും ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് ഹെയർ ഭയങ്കര ഫ്രിസി ആയിരിക്കും, നമുക്ക് ഭയങ്കര ഒരു ചകിരി പോലെ ആയിട്ട് മാറാറുണ്ട്. അപ്പം ഇത് ആ ഒരു പ്രശ്നത്തിനും കൂടെ ഒരു സൊല്യൂഷൻ ആണ്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രശ്നമല്ല. കാരണം ഇത് ഹെയറിനൊരു സോഫ്റ്റ്നെസ്സും കൂടെ തരുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഫ്രിസി ആക്കി വെക്കുന്നില്ല. ഈ ഒരു കണ്ടീഷനും കൂടെ ഉപയോഗിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഹെയർ നല്ല മാനേജബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിലധികം അല്ലേ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളും കുറവാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ വാങ്ങാൻ മടിയാണെങ്കിൽ, അതായത് നമുക്ക് അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ ഉലുവ തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടുക. നമുക്ക് രാവിലെ ആവുന്ന സമയത്ത് അത് നന്നായിട്ട് അരച്ചെടുക്കുക. എനിക്ക് തോന്നുന്നു അതൊന്നും കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അരയ്ക്കുന്ന സമയത്ത് നല്ല പത പോലെ ഉണ്ടാവും, തീരെ തരുണ്ടാവും. നമുക്ക് കഴുകി നല്ലൊരു ഷാമ്പൂ ഇട്ട് കഴുകുന്ന ഒരു ഫീല് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ പറയുക, നമ്മൾ ഇന്ന് ഇട്ടിട്ട് നാളെ അരയ്ക്കുന്ന സമയത്ത് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തരി അതിലുണ്ട്, എത്ര അരച്ചാലും ചെറിയൊരു തരി പോലെയൊക്കെ, പിന്നെ അത് പോവാത്തിരി പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ അരച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹോം റെമഡീസ് ട്രൈ ചെയ്യാം, അതോ അല്ലെങ്കിൽ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.